ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു ഇഞ്ചിപ്പുളിന്റെ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇഞ്ചി പാവയ്ക്കും വെച്ചിട്ടാണ് നമ്മൾ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്ത ഇഞ്ചിയാണ് നമ്മളൊരു ബൗളോളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാവയ്ക്കാണ്, ചെറിയൊരു കഷ്ണം പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അരിയും ഉലുവയും കൂടെ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തതാണ്. മല്ലിപ്പൊടി മുളകും പൊടിയും കൂടെ വറുത്തെടുത്തത്. പിന്നെ പച്ചമുളക് വേണം, കറിവേപ്പില, ഒരു 2 അച്ചോളം ബെല്ലം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പുളിവെള്ളം. ആദ്യം നമ്മള് ഉലുവയും അരിയും കൂടെ ആയിട്ട് നമ്മള് ചോറിട്ടുന്ന ചോറ്റേരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഒരു സ്പൂണ് ചോറ്റേരി ഉലുവയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ മല്ലിപ്പൊടി മുളകും പൊടിയും കൂടെ, മല്ലിപ്പൊടി മുളകും പൊടി ഇടാത്ത ഇഞ്ചിപ്പൊടി ഉണ്ട് കേട്ടോ. ഇത് മല്ലിപ്പൊടി മുളകും പൊടിയും കൂടി ചേർത്തതാണ്. ചിലര് മുളകും പൊടി മാത്രമേ ഇടുള്ളൂ. ഇത് പാവയ്ക്ക ഇടുന്നതുകൊണ്ട് കേട്ടോ മല്ലിപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഒരു മൺചട്ടിയിലേക്ക് നമ്മള് അരിഞ്ഞു വെച്ച ഇഞ്ചി പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ പാവയ്ക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിന്നെ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും പച്ചമുളകും പിന്നെ നമ്മള് വറുത്ത് വെച്ച മല്ലിപ്പൊടിയും മുളകും പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കേട്ടോ, കുറച്ച് വെള്ളം മതി. ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. പാവയ്ക്ക ഇടുന്നതുകൊണ്ട് ഇഞ്ചിപ്പുളിക്കൊരു കയ്പൊന്നും വരില്ല. നന്നായിട്ട് പാവയ്ക്ക ഇഞ്ചിയും കൂടെ നന്നായിട്ട് വെന്തുടഞ്ഞു പോകരുത്, ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരി ഉലുവയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇഞ്ചി പാവയ്ക്കൂടെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം കൂടെ പിഴിഞ്ഞു വെച്ച് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള ബെല്ലം കൂടെ, നമ്മളിവിടെ അത്യാവശ്യം മധുരം ഉണ്ട്. 2 അച്ച് ബെല്ലാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുകും വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് താളിച്ച് വയ്ക്കുക. നന്നായിട്ട് വറുത്ത് വന്നിട്ട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ട് നമുക്ക് അതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഇത് ഈ ഇഞ്ചിപ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറവ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴാണ് നമ്മള് വറവ് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കുറുകി വന്നതിലേക്ക് നമ്മൾ വറവ് ഒഴിച്ചിട്ട് പൊടിച്ചു വെച്ച അരി ഉലുവയും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഇഞ്ചിപ്പുളിയാട്ടെ ഈ പാവയ്ക്കും ഇഞ്ചി വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഇഞ്ചി വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് പാവയ്ക്കും കൂടെ ചേർക്കുമ്പോ. പാവയ്ക്ക് വെച്ചിട്ട് പാവയ്ക്കും കൂടെ ചേർത്ത് ഇഞ്ചിപ്പുളി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം.